വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ ദുരന്ത മേഖലയിൽ ജനകീയ തെരച്ചിൽ നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഇന്നിപ്പോൾ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. സൈന്യം അവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങി. നാളെ ജനകീയ തിരച്ചിൽ എന്നുള്ളത് നടക്കാൻ പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ വിശദമായി. അനുജ, ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ഒരു പ്രതികൂല കാലാവസ്ഥയാണ് ഈ മുണ്ടക്കയിലും ചൂരൽമല മേഖലയിലും ഉള്ളത്. കാരണം ഇന്ന് കൂടുതലായും മഴ പെയ്തു. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉറഞ്ഞു കിടക്കുന്ന മണ്ണെല്ലാം തന്നെ ഒരു ചളി ആവുന്ന പഴയ അവസ്ഥയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള തിരച്ചിൽ ദുഷ്കരവുമാണ്. ഇപ്പോൾ നിലവിൽ സേനകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സൈന്യം ഇതിനോടകം തന്നെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഇനി 2 സെക്ടറിലായിട്ട് മാത്രമായിരിക്കും സൈന്യത്തിന്റെ സേവനം ഉണ്ടാവുക. ഒന്ന് ബെയിലി പാലത്തിലേക്കും ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്ററിന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ നിലനിർത്തും. പിന്നീടുള്ള സൈന്യമാണ് ഭാഗികമായി ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. മറ്റൊന്നുള്ളത് നാളത്തെ ജനകീയ ഒരു തിരച്ചിലിനെ സംബന്ധിച്ചാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് ചൂരൽമലയിലും മുണ്ടക്കയിലും അവർക്ക് പരിചയമുള്ള പ്രദേശമാണ്, അവർക്കറിയാവുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എവിടെയെങ്കിലും അവരെ ഒരു മൃതദേഹം ലഭിക്കുമോ എന്ന അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു തിരച്ചിൽ നാളെ ജനകീയമായി നടക്കും. രാവിലെ മുതൽ തന്നെ ഈ തിരച്ചിൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. അതിനിടെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവരുടെ കൂട്ട സംസ്കാരം ഇന്നുമുണ്ട്. 7 ശരീരഭാഗങ്ങൾ പുത്തുമലയിൽ സംസ്കരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. Allah